നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ വിഭവ സമാഹരണത്തിന് സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്. സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സും ഈ ചരക്ക് സേവന നികുതി തന്നെയാണ്. ടെക്നോളജിയുടെ സഹായത്തോടെ നികുതി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഗവേണൻസ് സംരംഭങ്ങളിൽ നിന്നും പലതും ദേശീയ തലത്തിൽ പോലും അംഗീകാരം നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ധനമന്ത്രി KN ബാലഗോപാലിന്റെയും പുതിയ ആശയങ്ങളിലൂടെ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ പല വിപ്ലവകരമായ മാറ്റങ്ങളും ചരക്ക് സേവന നികുതി വകുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. GST നിയമത്തിനനുസൃതമായി ചരക്ക് സേവന നികുതി വകുപ്പിന്റെ സമഗ്ര പുനഃസംഘടന നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 2023 ജനുവരി 10 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. നികുതിദായകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം നൽകുക, നികുതി പിരിവ് കാര്യക്ഷമമാക്കുക, നികുതി വെട്ടിപ്പ് തടയുക, സംസ്ഥാനത്ത് ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുക, പ്രൊഫഷണലിസം വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു ഈ പുനഃസംഘടനയുടെ ലക്ഷ്യങ്ങൾ. ടാക്സ് പേയർ സേവന വിഭാഗം, ഓഡിറ്റ് വിഭാഗം, എൻഫോഴ്സ്മെന്റ് ഇന്റലിജൻസ് വിഭാഗം എന്നീ 3 വിഭാഗങ്ങളായി വകുപ്പിനെ പുനഃസംഘടിപ്പിച്ചു. മാത്രമല്ല, പുനഃസംഘടന നടപ്പിലാക്കിയതോടുകൂടി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുകയും നികുതി വെട്ടിപ്പിനെതിരെയുള്ള അന്വേഷണങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്തു. ഇതിലൂടെ സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ വൻ വർധനവ് തന്നെ ഉണ്ടായി. രാജ്യവ്യാപകമായി നടന്ന ആന്റി ഫേക്ക് ഇൻവോയ്സ് ഡ്രൈവിൽ കേരള GST വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളുടെ പ്രവർത്തനം വലിയ ശ്രദ്ധ നേടി. അന്തർ സംസ്ഥാന ഫേക്ക് ഇൻവോയ്സ് സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് നമ്മുടെ ഇന്റലിജൻസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കേരള ഇന്റലിജൻസ് യൂണിറ്റുകളുടെ പ്രവർത്തനം പഠിക്കാൻ ഇവിടെ സന്ദർശനം നടത്തി എന്നുള്ളതാണ്. സംസ്ഥാന GST ഇന്റലിജൻസ് വിഭാഗം മറ്റ് വിഭാഗങ്ങളുമായി ചേർന്ന് നടത്തിയ ടെറെ ദെൽ ഓറോ തുടങ്ങിയ ഓപ്പറേഷനുകൾ രാജ്യത്താകെ ശ്രദ്ധ നേടുകയും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തു. ഇത്തരം ഓപ്പറേഷനുകൾ വകുപ്പിന്റെ പ്രൊഫഷണലിസം വിളിച്ചോതിയതുമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി GST രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ സാധിച്ചു. നികുതിയിലുണ്ടാകുന്ന ചോർച്ച തടയുന്നതിനും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി GST ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന ഈ ഡിവിഷൻ വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള GST ട്രാൻസാക്ഷൻ ഡേറ്റയുടെ വിശകലനവും ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ റിപ്പോർട്ടുകളുടെ ക്രോഡീകരണവും വിജയകരമായി നടത്തി ഇപ്പോൾ തുടർ നടപടിക്കായി അനലിറ്റിക്കൽ ഇൻസൈറ്റ് റിപ്പോർട്ടുകൾ ആവിഷ്കരിക്കുന്നു. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ 22 പ്രധാന അന്തർ സംസ്ഥാന ഹൈവേകളിൽ ഇന്റലിജന്റ് ANPR അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്രീകൃത ക്യാമറ നിരീക്ഷണ സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. ഇതിലൂടെ നികുതി വെട്ടിപ്പ് തടയുന്നതിനും ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സാധിച്ചു. സർക്കാരിന്റെ നിർണായകമായൊരു തീരുമാനമാണ് ആംനസ്റ്റി പദ്ധതി. ഇതിലൂടെ GSTക്ക് മുൻപുള്ള നികുതി കുടിശ്ശികകൾ, പിഴയും പലിശയും 100% ഒഴിവാക്കി തീർപ്പാക്കാൻ സർക്കാർ അവസരമൊരുക്കി. ഈ പദ്ധതിയിലൂടെ 50,000 രൂപ വരെ നികുതി തുകയുള്ള 20,000-ഓളം ചെറുകിട അരിയറുകളെ പൂർണ്ണമായും ഒഴിവാക്കിയത് ചെറുകിട വ്യാപാരികൾക്ക്, പ്രത്യേകിച്ചും കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് വലിയ ആശ്വാസവും ആത്മവിശ്വാസവുമാണ് നൽകിയത്. ഇതിലൂടെ വ്യാപാരികൾക്ക് ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ 2025-26 സംസ്ഥാന ബഡ്ജറ്റിൽ പൊതു ആംനസ്റ്റി പദ്ധതി, ഫ്ലഡ് സെസ്റ്റ് ആംനസ്റ്റി, ബാർ ഹോട്ടലുകൾക്കായുള്ള ആംനസ്റ്റി, ഡിസ്റ്റിലറി അരിയർ സെറ്റിൽമെന്റ് സ്കീം എന്നീ 4 തരത്തിലുള്ള ആംനസ്റ്റി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. പദ്ധതികളിൽ ചേരുന്നതിനുള്ള അവസാന തീയതി 2025 ജൂൺ 30 ആണ്. 2024 ഒക്ടോബർ 8 മുതൽ പുതിയ GST എടുക്കുന്നവർക്ക് ആധാർ അടിസ്ഥാനത്തിലുള്ള ബയോമെട്രിക് ഓഥന്റിക്കേഷൻ നിർബന്ധമാക്കുക എന്നതായിരുന്നു അതിൽ ആദ്യത്തേത്. കൂടാതെ 2025 ജനുവരി 20 മുതൽ 10 ലക്ഷം രൂപയിലധികം മൂല്യമുള്ള സ്വർണം, വിലയേറിയ രത്നങ്ങൾ തുടങ്ങിയവയുടെ സംസ്ഥാനത്തിനകത്തുള്ള ചരക്കുനീക്കത്തിന് E-Way ബിൽ നിർബന്ധമാക്കി. ഒപ്പം തന്നെ 2025 മാർച്ച് 15 മുതൽ സെൻട്രലൈസ്ഡ് റീഫണ്ട് പ്രോസസ്സിംഗ് ഫോർമേഷൻ GST ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തനം തുടങ്ങിയത് റീഫണ്ടുകളുടെ പ്രോസസ്സിംഗ് കൂടുതൽ വേഗത്തിലാക്കി. GSTയിൽ ഫേസ്ലെസ് അഡ്ജുഡിക്കേഷൻ സംവിധാനം നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. 2025 ബഡ്ജറ്റിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഈ പ്രഖ്യാപനം നടത്തിയത്. വകുപ്പ് അതിനുള്ള നടപടികളും ആരംഭിച്ചു.
GST കൗൺസിൽ സെക്രട്ടേറിയറ്റ് സംസ്ഥാനങ്ങളുടെ GST ഭരണ മികവ് വിലയിരുത്തുന്ന റാങ്കിംഗ് സംവിധാനത്തിൽ സംസ്ഥാന GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗം രാജ്യത്ത് ഒന്നാമതാണ്. GST രജിസ്ട്രേഷൻ അപേക്ഷ തീർപ്പാക്കൽ കാര്യത്തിലും രാജ്യത്ത് ഒന്നാമത് കേരളം തന്നെയാണ്. GST നികുതി നമുക്കും നാടിനും.